പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവം അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സ്കൂളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നതായി മറ്റ് കുട്ടികളും മൊഴി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചില കുട്ടികളെ അധ്യാപകൻ ഇത്തരത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും മൊഴി നൽകുകയാണ്. സച്ചിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സച്ചിൻ, വിദ്യാർത്ഥികൾക്ക് പാഠം പഠിപ്പിച്ച് നൽകേണ്ട ഒരു അധ്യാപകൻ അയാളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്നിട്ടുള്ളത്. എന്തായാലും നേരത്തെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതായി കൂടുതൽ കുട്ടികൾ മൊഴി നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ കൗൺസിലിലാണ് കൂടുതൽ കുട്ടികൾ അധ്യാപകനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലമ്പുഴ പോലീസ് കൂടുതൽ കേസുകൾ അധ്യാപകനെതിരെ നിലവിൽ എടുത്തിട്ടുണ്ട്. 5ഓളം കുട്ടികളാണ് സമാനമായ രീതിയിൽ കുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ കൗൺസിലിൽ വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കേസുകൾ മലമ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ വെച്ച് ലൈംഗികാതിക്രമം അധ്യാപകൻ നടത്തി, അതേപോലെ തന്നെ ചില കുട്ടികളെ താമസ സ്ഥലത്തേക്കും എത്തിച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തി എന്നാണ് കുട്ടികൾ അധ്യാപകനെതിരെ നൽകിയിരിക്കുന്ന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കേസുകൾ ചുമത്തിയിരിക്കുന്നത്. കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള അനിൽ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് കൂടുതൽ തെളിവുകൾ പരാതികളും അധ്യാപകനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ അധ്യാപകന്റെ ഫോണിലടക്കം നിരവധി കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അധ്യാപകന്റെ ഫോണും ശാസ്ത്രീയ പരിശോധനക്കായി അയച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ക്രൂരകൃത്യം തന്നെയാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഭദ്ര പറഞ്ഞതുപോലെ തന്നെ പാഠം പഠിപ്പിക്കേണ്ട അധ്യാപകനാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ തന്നെ കൂടുതൽ നടപടികൾ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പടക്കം അധ്യാപകനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂളിനെതിരെ, അതായത് സ്കൂൾ മാനേജർക്കെതിരെയും നടപടി വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കൂടുതൽ കുട്ടികൾ ഇപ്പോൾ അധ്യാപകനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. 5ഓളം കുട്ടികളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലമ്പുഴ പോലീസ് കൂടുതൽ കേസുകൾ അധ്യാപകനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭദ്ര, സച്ചിൻ, എന്തായാലും 3 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? പ്രത്യേകിച്ചും ക്ലാസ് ടീച്ചർക്കും പ്രധാന അധ്യാപികയ്ക്കും ഒക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഭദ്ര, ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അധ്യാപകനെതിരെ കൃത്യമായ രീതിയിൽ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ നവംബർ 29-നാണ് കുട്ടി പരാതി നൽകിയത്. എന്നാൽ പോലും അധ്യാപകനെതിരെ ഒരു പുറത്താക്കൽ നടപടിയൊന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ മാനേജർക്കെതിരെയും അതേപോലെ തന്നെ അധ്യാപകർക്കെതിരെ എല്ലാം നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അധ്യാപകനെതിരെ പരാതി വന്നിട്ട് പോലും പോലീസിനോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ എടുക്കാത്തതിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ മാനേജറെ അടക്കം പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി അധ്യാപകർക്കെതിരെയും അതേപോലെ തന്നെ മാനേജർക്കെതിരെയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര.